ഹായ്, എന്താണ് വിശേഷം? നമ്മൾ വീഡിയോയിൽ മുഖം കാണിക്കുന്നില്ല, ശബ്ദത്തിലൂടെ പരിചയപ്പെടാം. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, പുതിയ ആൾക്കാർക്കാണെങ്കിൽ. എൻ്റെ പേര് വിപിൻ, തൃശ്ശൂരാണ് വീട്. ഇന്നത്തെ വീഡിയോ ചിത്രങ്ങൾ കാന്തല്ലൂർ കേട്ടോ. അപ്പോഴേ നമ്മളെ മൂന്നറിയാത്തയുടെ ഭാഗമായിട്ട് മറയൂർ വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ വരെ നമ്മൾ 2-3 ഭാഗങ്ങളായിട്ടാണ് ചെയ്തത്. വലിയ വീഡിയോ ആക്കിയെടുത്താലേ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവും. ഈ വീഡിയോയും ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എന്നാലും ഒരു 12 മിനിറ്റ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെ എടുത്താലേ ശരിയാവുള്ളൂ. അതിന് മാത്രം കാഴ്ചകളുണ്ട് ഈ റൂട്ട്. അപ്പോൾ യാത്രകളൊക്കെ ആസ്വദിക്കുന്നവർക്ക് എൻ്റെ കോളേജിൽ കയറി പോരാം. അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം, വിഷമമില്ല. നമ്മളിത് കാറിൽ വിഷ്ണുമായ സമര പാട്ടൊക്കെ വെച്ച് പോവാണ്. വീട്ടുകാർക്കൊക്കെ വിഷ്ണുമായ സമര പാട്ട് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ട്രിപ്പൊക്കെ പോകുമ്പോഴേ എനിക്ക് പഴയ മലയാളം സിനിമ പാട്ടുകളാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ കാലത്തൊക്കെ സ്വാമി പാട്ടുകൾ വയ്ക്കാം, അത് നല്ല രസമായിരിക്കും. ഇത് ഉച്ച നേരത്താണ് ഇവർ വയ്ക്കുന്നത്. ഞാൻ പറയും ഇത് ഉച്ച നേരത്തൊന്നും കേൾക്കാൻ പറ്റിയ പാട്ടല്ല. ഈ ഉച്ച നേരത്തെ കുറച്ച് നല്ല പഴയ മലയാളം പാട്ടുകൾ വെച്ചിരിക്കുക, നല്ല രസമായിരിക്കും. പക്ഷെ ഇത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അപ്പോൾ നമുക്ക് വിശക്കണ്, ചോറിന്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പാലത്തിന് തൊട്ട് മുമ്പ് കഴിഞ്ഞൊരു ഭാഗം കാണിച്ചില്ലേ, അവിടെ നമ്മൾ ഊണ് കഴിച്ചത്. തിരക്കേടില്ല കേട്ടാ. കാന്തല്ലൂർ റൂട്ടിൽ വളവിലായിട്ടൊരു ഹോട്ടൽ കാണാം. കഴിഞ്ഞ മറയൂർ വീഡിയോയിലേ നമ്മൾ വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഊണ് കഴിച്ചു കേട്ടാ. യാത്ര പോകുമ്പോഴേ ഞാൻ അധികം ഭക്ഷണം കഴിക്കാറില്ല. അധികമായാലേ ഡ്രൈവ് ചെയ്യാനാണ്, നമുക്ക് കണ്ണിനൊക്കെ ക്ഷീണം വരും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ വരുമ്പോഴേ വണ്ടി നിർത്തിയിട്ടേ, വല്ലാണ്ട് ക്ഷീണം തന്നെയല്ലേ, ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടേ ഒന്ന് കണ്ണടയ്ക്കും. ഫ്ലാസ്കിൽ കുറച്ച് ചായയെ നേരത്തെ മേടിച്ചിട്ടുണ്ടാകും. പിന്നെ അത് കഴിച്ചങ്ങനെ നമ്മൾ യാത്ര തുടരും. ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തണം. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നമ്മളെ എൻട്രി ഫീസായിട്ട് ഒരു 50 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പോൾ കാന്തല്ലൂർ യാത്രയ്ക്ക് ഒരു 50 രൂപ വരെ ചിലവുണ്ട് കേട്ടോ. നമ്മൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ റൂട്ട് പിടിച്ചിട്ട് കുറച്ച് ദൂരമായി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള ഭാഗങ്ങൾ തുടങ്ങുകയായി. പോണ വഴി കണ്ടില്ലേ, നല്ല റബ്ബറൈസർ റോഡാണ്. ഇവിടം വരെ ഇതേപോലെ തന്നെ റോഡ് തന്നെ ആയിരുന്നു. ഈ റോഡ് റബ്ബറൈസർ റോഡ് കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് മോശമായി. മോശം എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് അല്ല. നിങ്ങൾ പിന്നെ മൂന്നാറും മറയൂരും കാന്തല്ലൂരൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും വീഡിയോകളിൽ. എന്നാലും ഓരോ വീഡിയോ ചാനലും വ്യത്യസ്തമല്ലേ. പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ഓരോരുത്തർ ഇങ്ങനെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ കണ്ടറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഇനി ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നമ്മൾ മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ മറയൂർ പിടിക്കുക. മറയൂർ എത്തിക്കഴിഞ്ഞാൽ കാന്തല്ലൂരിൻ്റെ നെയിം ബോർഡ് കാണാം. അവിടെ നിന്ന് തന്നെ വേറെ റൂട്ട് ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്കിട്ടാ. അപ്പോൾ മറയൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 റൂട്ടും കണ്ട് തിരിച്ചു പോകാട്ടാ. എനിക്ക് ഈ കാന്തൽ റൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമുണ്ട് അവിടെ. ഈ ഭാഗം ഉണ്ടല്ല, ചെറിയൊരു എയർപിന്നാണ്. പോയവർക്കൊക്കെ അറിയാം, നല്ല ഭാഗം അല്ലേ. ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, മറ്റു സ്ഥലങ്ങളെ എയർപിന്നുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക വ്യൂ ആണ് കേട്ടോ ഇവിടെ. നമ്മുടെ കാന്തൽ റൂട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഇവിടെയാണ്. നമ്മൾ ഈ വിമാനത്തിൽ പോയവർക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ പൊങ്ങി പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴൊരു ദൃശ്യം ഉണ്ടല്ലോ, അതുപോലെ കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ്. മറ്റുള്ള എയർപിന്നുകൾക്ക് അങ്ങനെ തന്നെ, പക്ഷെ കുറച്ചും കൂടി എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ ഒരു ഭാഗമാണ്. സൈഡൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ല കാണാൻ ഭാഗത്തിലാണ് ഇവിടെ. ഒരു പ്രത്യേക രസം കേട്ടോ ഇവിടെ. നിങ്ങൾ പോയൊരനുഭവം എന്താണെന്ന് നമുക്കറിയില്ല, എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടാ. ഇവിടേക്ക് എത്തുമ്പോഴേ നമുക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. എന്നൊരു പാട്ടായിക്കോട്ടെ അല്ലേ, നമുക്കറിയാവുന്ന പോലെ അങ്ങോട്ട് പാടാം. ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും പറയാത്തൊരിഷ്ടം, ആരാരും അറിയാത്തൊരിഷ്ടം. എങ്ങനെയുണ്ട്? എന്തുട്ടല്ലേ ഇഷ്ടം? ആരോടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, പ്രകൃതിയോട്. അത് ആദ്യമായിട്ട് തോന്നിയതും ഇതിനോട് തന്നെ. പിന്നെ വേറെ നമ്മളാരും കൂടി പ്രേമിച്ചിട്ടില്ല, നമ്മളങ്ങോട്ടും ഇല്ല. ഈ പ്രകൃതിയോടുള്ള പ്രണയം സ്വസ്ഥം സമാധാനം. അപ്പോൾ നമ്മളെ ആരോടും പറയാത്ത പ്രണയം പ്രകൃതിയോടാണ് കേട്ടോ. അപ്പോൾ പ്രണയമൊക്കെ അവിടെ നിൽക്കട്ടതേ, പ്രകൃതി ഭംഗിയിൽ നല്ലൊരു ചായക്കട. അപ്പോൾ ഈ സുന്ദരമായ സ്ഥലത്ത് നമുക്കൊരു ചായക്കട കിട്ടിയപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വെച്ചു. അതെ, ഇന്ന് ഞാൻ നേരത്തെ ഫ്ലാസ്കിൽ ചായ മേടിച്ചില്ല. അപ്പോൾ
അപ്പോൾ നമുക്ക് നല്ലൊരു ചായക്കട കിട്ടി. ചായക്കട ഇരിക്കുന്ന സ്പോട്ട് അടിപൊളി പാകണം കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ കാണാത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പിന്നെ കാഴ്ചകളൊക്കെ കാണാനും ഈ ചായക്കട നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം വേറൊരു ഭാഗമാണ് കേട്ടോ. നമ്മളെ അവിടെ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടുത്തെ ചേച്ചി പറഞ്ഞേ ഇവിടെ ഒരാഴ്ച മുമ്പ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏത് ചായക്കടയുടെ സ്പോട്ടിലേ ചായക്കട ഭാഗമായിരുന്നു ഒക്കേഷൻ. അവിടെ ഇപ്പോഴേ ജോജു ജോർജും പിന്നെ വേറെ ഏതോ നടന്മാരെ കണ്ട് പറഞ്ഞത് അവിടെ നിന്നിട്ട് ചായ പിടിച്ച് പോയിന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ സിനിമയിലെ സീനാണെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ചായക്കട നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു വരായിരുന്നു. ചായക്കട കഴിഞ്ഞ് കുറച്ചും കൂടി പോന്നപ്പോൾ റോഡൊക്കെ കുറച്ച് മോശമായി തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടെന്ന് എനിക്കിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ്. ഒന്നാമത് റോഡ് മോശം റബ്ബറൈസ്ഡ് അല്ല. അപ്പോൾ ചെറിയൊരു ആട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ ക്യാമറമാനെ നമ്മുടെ മോളാണ്. പിന്നെ ഇതേ നിങ്ങൾ കണ്ട റോഡിൻ്റെ അവസ്ഥ നോക്കിയേ, സൈഡോടൊക്കെ ഒന്ന് പൊട്ടി പൊളിഞ്ഞുണ്ട്. പിന്നെ ഇതേ നോക്കിയാൽ ജീപ്പുകൾ വരണ്ട. നമ്മുടെ ഈ വഴിക്ക് പോകുമ്പോഴേ ജീപ്പുകളും ഉണ്ടല്ലോ അങ്ങനെ കുറേ ഇങ്ങനെ പാഞ്ഞ് വരും കേട്ടോ. അത് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ജീപ്പുകളാണ്. പക്ഷേ ഒരുമാതിരി വട്ട വര കാര്യം ഇപ്പോൾ അവരെ നാടാണ്, അവർക്ക് പ്രാക്ടീസായി. പിന്നെ അവർക്ക് അങ്ങനെ പോകാൻ വേണം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പോകുമ്പോഴേ നമ്മളിത്തിരി സ്പീഡ് കുറച്ചിട്ട് ഹോണൊക്കെ അടിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ. രണ്ട് കൂട്ടരേ ഒരു സ്പീഡായാലേ ശരിയാവില്ല. അപ്പോൾ അതെ ഈ ഭാഗത്ത് സൈഡിലൊക്കെ കുറച്ച് പന്മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ വ്യക്തമായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ആളൊരു കുട്ടിയാണ്. വീഡിയോ പിടിച്ച് പരിചയം വരുന്നുള്ളൂ. ഭാര്യ ക്യാമറമാനെ അവിടെ ബാക്കിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഊണ് കഴിഞ്ഞിട്ട് ചെറിയൊരു മയക്കം. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയിലൊക്കെ ആനത്താര ബോർഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിലെ യാത്രക്കാരേട്ടാ എൻ്റെ ഫാമിലി വീട്ടിൽ നിന്ന് എടുത്ത പാടാണ്. നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. പിന്നതേ നമ്മളെ കൂടെ ഉള്ള വേറൊരു യാത്രക്കാരൻ നമ്മുടെ കോളീസ്. നമ്മുടെ കോളീസും നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ യാത്രയിൽ എപ്പോഴും കൂട്ടുള്ള ഒരാൾ. അപ്പോൾ കോളീസ് അടക്കം ഞങ്ങൾ 5 പേരാണ് നമ്മുടെ ഇന്നത്തെ കാന്തോളി യാത്രയിൽ കേട്ടോ. ഞാൻ നേരത്തെ പാടിയില്ലേ, ആരോടും തോന്നാത്തൊരിഷ്ടം, അത് പ്രകൃതിയോട് മാത്രമല്ല നമ്മുടെ കോളീസിനോടും കൂടി ഉണ്ട്. കുറേ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ കോളീസിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ വണ്ടികളോട് തോന്നാത്തൊരിഷ്ടം കോളീസിനോട്. കോളീസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്തൊന്ന് കാണാം. ഞാനേ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്തതേ കോളീസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആ വീഡിയോയിലുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണും. ഇനിയിപ്പോൾ നിങ്ങളെ കോളീസൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ ഞാൻ ഈ വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ. ഈ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ വീഡിയോ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഒന്നാമത്തെ കാര്യം റോഡ് മോശമായിരുന്നു കേട്ടോ. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മോളാണ് വീഡിയോ പിടിച്ചത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ കോളീസിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് കോളീസിൻ്റെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ചെറുതായിട്ട് ഒരു കുലുക്കം വരും. അത് നമ്മൾ അത്രയും മോശം റോട്ടിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ, കോളീസിന് വരുന്നത് സ്പ്രിങ് അല്ല ലീഫാണ്. പക്ഷെ നമുക്കത് യാത്ര ചെയ്യുമ്പോൾ അതൊന്നായിട്ട് തോന്നില്ല. പക്ഷെ വീഡിയോ പിടിക്കുമ്പോഴല്ല ആ ഒരു ഷെയ്ക്ക് ചെറുതായിട്ട് കാണിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ പിടിക്കുന്ന ആളുടെ കൈ വറയ്ക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഞാൻ ഡ്രൈവറിനാരനെ ഞാൻ വീഡിയോ പിടിക്കാറില്ല. പിന്നെ നമ്മുടെ ക്യാമറമാൻ ഭാര്യയ്ക്ക് ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി ഞാൻ മാത്രമേ ഓടിക്കുള്ളൂ. അതെന്താ വെച്ചാൽ നിങ്ങൾ തുടരും സിനിമ കണ്ടില്ലേ മോഹൻലാലിൻ്റെ, അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്വഭാവമുണ്ട്. മോഹൻലാലിൻ്റെ അംബാസഡർ കാറ് വേറെ ആൾക്കും ഓടിക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ സ്വഭാവം. എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാലേ മൂപ്പർ ലൈസൻസ് എടുത്തിട്ട് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു കാര്യം നോക്കിയേ, ഈ വണ്ടിയോടുള്ളൊരു ഇഷ്ടം എന്തുട്ടെല്ലൊക്കെ ശരിയാക്കി കൊടുക്കണം. നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴേ ഒരു ക്ഷീണം വരുമ്പോൾ ഒരാളുണ്ടല്ലോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേ നല്ല രീതിയിൽ വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മനസ്സിനൊത്ത് ക്യാമറ കൊണ്ടുപോകണം. അത് ചിലപ്പോൾ ഇവർക്ക് പറ്റില്ല എന്ന് വരും. നമ്മളിങ്ങനെ നമ്മുടെ വിശേഷം മാത്രം പറയുന്നുള്ളൂ അല്ലേ. നിങ്ങൾ വിചാരിക്കും കാന്തൽ എന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ വിശേഷം മാത്രം പറയണുള്ളൂ. അതെന്ന് വെച്ചാലേ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമ്മളെല്ലാ വിശേഷങ്ങളും പറയണം. യാത്രയുടെ മാത്രമല്ല, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴേ സാധാരണ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ രസം.
പറഞ്ഞ് നമ്മളിപ്പോൾ കാന്തല്ലൂർ ടൗൺ കഴിഞ്ഞിട്ടോ, അതിപ്പോൾ ഈ കഴിഞ്ഞത് കാന്തല്ലൂർ ടൗണാണ്, ഒരു ചെറിയ ടൗൺ. പിന്നെന്താ കാന്തല്ലൂരിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ, ഇടയിലൊക്കെ റൂംസിൻ്റെയും റിസോർട്ടിൻ്റെ ഒക്കെ നമ്പറുള്ള ഇടയിലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ പറയുക, ഇവിടെ അത്യാവശ്യം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ നിങ്ങൾ നോക്കിയേ ഇവിടുത്തെ അന്തരീക്ഷം. ഉച്ചയ്ക്ക് 2 മണിയായിട്ടുള്ള ഞാൻ ഇവിടെ എത്തിയപ്പോൾ കോട വീണിരിക്കണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ അവസ്ഥയുണ്ട് ഉച്ചയ്ക്കൊക്കെ. വൈകിട്ടും കാലത്തും കാണാം നമുക്ക് നമ്മുടെ നാട്ടിൽ. അപ്പോഴേ നമുക്ക് ഈ ഭാഗത്ത് ഒരു ടൂണൊക്കെ ഇട്ട് കൊടുത്താലോ, അപ്പോഴേ കാണാം നല്ല രസം. ആരോടും തോന്നാത്തൊരിഷ്ടം ഉണ്ടാവേണ്ട കാരണങ്ങൾ നിങ്ങൾ കണ്ട. ഇതൊക്കെ കണ്ടാ നമുക്ക് എങ്ങനെ ഭൂമിയോട് സ്നേഹമില്ലാണ്ടിരിക്കില്ലേ? നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീടുകളുടെ ബാക്കിൽ കണ്ടില്ലേ കോട മൂടിക്കണ്. ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോഴേ നമ്മളിവിടുത്തെ ഗ്രാമങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. നല്ല ഫീൽ കേട്ടാ. ഈ വഴി കുറച്ചും കൂടി മോശം കേട്ടാ, നല്ല കുണ്ടം കുഴിയൊക്കെ ഉണ്ട്. ഇവിടെയുള്ളവരേ ഈ ഒരു കാര്യത്തിൽ ഭാഗ്യന്മാരാട്ടാ, ഈ പ്രകൃതിയെ കണ്ട് ഇങ്ങനെ ജീവിക്കാൻ. അപ്പോഴേ ഇത് ഏതാ റൂട്ട് എന്ന് വെച്ചാലേ, നിങ്ങൾ കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞാലേ പെരുമല എന്നിട്ടൊരു നെയിം ബോർഡ് കാണാം. അപ്പോൾ ആ റൂട്ടാണിത്. അപ്പോൾ ഈ വഴിയുടെ ഒരു ഭാഗത്തെ പച്ചക്കൃഷിത്തോട്ടമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പോകണിട്ടാ. നോക്കിയേ വീടുകളുടെ ബാക്കിലൊക്കെ ദൃശ്യം കണ്ട, മരങ്ങളൊക്കെ ചെറിയ നിഴൽ പോലെ കാണണേ, കോടം കൂടിയിട്ടുണ്ട. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോഴേ സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് യാത്രകൾ നടത്തുക, പ്രകൃതിയെ സ്നേഹിക്കുക. ഇനി അഥവാ യാത്രകളൊന്നും പോകാൻ പറ്റിയെങ്കിൽ നമ്മുടെ ചാനലിലെ യാത്രാ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർ ശിവവിസ്മയം ചാനലിനൊപ്പം കൂടിക്കൊള്ളൂ. നിങ്ങളിനെ നല്ല യാത്രയൊക്കെ പോകാനിരിക്കുന്നുണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടോ. അപ്പോൾ ആ വീഡിയോയിലൊക്കെ അതായത് സ്ഥലത്തെ വ്യക്തമായ വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ കാന്തല്ലൂർ വീഡിയോയ്ക്ക് ഇവിടെ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. വീഡിയോ വല്ലാണ്ട് ലോങ് ആക്കണില്ല. നമ്മളിവിടെ പച്ചക്കൃഷിത്തോട്ടം കാണാൻ പോയത്. അപ്പോൾ അതിപ്പോൾ ഒരാൾ കണ്ടില്ലേ, അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ വെള്ളമെടുപ്പ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും അതുപോലെ ഈ ഫ്രൂട്ട്സുകളിലൊക്കെ ഉണ്ടാക്കുന്ന കുറേ കൃഷിത്തോട്ടങ്ങൾ ഒരു അപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി വീഡിയോ ഉൾപ്പെടുത്തിയപ്പോഴേ വീഡിയോ 1/2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പോൾ സുന്ദരമായ പ്രകൃതി ഭംഗിയിൽ നമുക്ക് വീണ്ടും കാണാം. ശിവവിസ്മയം ചാനൽ കണ്ടതിന് നന്ദി.